പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. സന്തോഷത്തിന്റെ ആരംഭം എപ്പോഴും പരിശ്രമമാണ്, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഇവയെ എല്ലാം തരണം ചെയ്യുമ്പോൾ നാം മുന്നിൽ കാണുന്ന ശാന്തതയാണ്, ആശ്വാസമാണ്, സമാധാനമാണ് ഹാപ്പിനെസ്. ക്രിസ് ഗാർണറുടെ കഥ, വിൽ സ്മിത്ത് നായകനായ ഈ സിനിമ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് നമ്മളോട് പറഞ്ഞത്. ക്രിസ് ഗാർണർ ഒരു പെട്ടിയോളം വലിപ്പമുള്ള സ്കാനിംഗ് മിഷന്റെ സെയിൽസ്മാൻ ആണ്. വലിയ ഒരു ലാഭം പ്രതീക്ഷിച്ച് തന്റെ കയ്യിലുള്ള പണമെല്ലാം ചെലവഴിച്ച് ഒരുപാട് മിഷൻ വാങ്ങിക്കൂട്ടി അത് വിൽക്കുവാനായി അലയുന്നു. പണമില്ലാത്ത ഭർത്താവ്, അയാളിൽ ഭാര്യയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചെറിയ ജോലിക്ക് പോയി കുടുംബം പുലർത്തുന്ന ഭാര്യ, ഇവർ രണ്ടുപേരുമുള്ള കലപിലയാണ് ശേഷം സിനിമ. പണമില്ലാത്ത മനുഷ്യൻ, അയാൾ പരിഹസിക്കപ്പെടും, അയാളുടെ പ്രണയം പോലും തിരസ്കരിക്കപ്പെടും, അയാൾ ഒരുപാട് പഴികളുടെ ഉടമയുമാകും. ഒടുവിൽ ഭാര്യ തന്റെ ആൺകുഞ്ഞിനെ ഭർത്താവിന്റെ കൈകളിൽ ഏൽപ്പിച്ച് സൗമ്യമായി രക്ഷപ്പെടുന്നു. വാടക കൊടുക്കാൻ കാശില്ലാതെ, കയ്യിൽ കാശില്ലാതെ, കിടക്കാൻ ഇടമില്ലാതെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു രാത്രി അന്തിയുറങ്ങേണ്ടി വരുന്ന അച്ഛൻ. തന്റെ മകൻ അറിയരുത് തന്റെ ദയനീയതകളൊന്നും. ഇത് തന്നെയാണ് ഓരോ പിതാക്കന്മാരും. ജോലി സ്ഥലത്ത്, പുറം ലോകത്ത് അവരനുഭവിക്കുന്ന വേദനകൾ, പ്രശ്നങ്ങൾ ഇതൊന്നും അറിയിക്കാതെ വീട്ടിലെത്തി തന്റെ മകനെ നോക്കി പുഞ്ചിരിക്കുന്ന അച്ഛന്മാരാണ്, പിതാക്കന്മാരാണ് ലോകത്തുള്ളതിൽ കൂടുതലും. ഈ സങ്കടക്കടലിൽ, ഈ യാതനകൾക്കെല്ലാം അവസാനം യഥാർത്ഥ വിജയി തന്റെ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ അവസരങ്ങളെയും ഉപയോഗിക്കുന്ന ആളാണ്. ക്രിസ് ഗാർണർ ഒരു യാത്രക്കിടയിൽ നേടിയെടുത്ത അല്ലെങ്കിൽ കണ്ടെത്തിയ അല്ലെങ്കിൽ പിടിച്ചു വാങ്ങിയ അവസരമാണ് ഒരു കമ്പനിയിലെ സ്റ്റോക്ക് ബ്രോക്കർ കമ്പനിയിലെ ജോലി. പാർക്കിംഗ് ഫീ ഇല്ലാത്തതിനാൽ ജയിലിൽ കിടക്കേണ്ടി വന്ന ക്രിസ് അവിടെ നിന്ന് ഇറങ്ങിയ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വന്ന ക്രിസ്. ഇന്റർവ്യൂ ആണ് ഏക ആശ്വാസം എന്നിരിക്കെ എങ്കിലും ആ മനുഷ്യന്റെ നട്ടല് നിവർന്നു തന്നെ നിന്നു. അഭിമുഖത്തിനെല്ലാം അവസാനം അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിന്റെ തീഷ്ണത വർദ്ധിക്കുകയാണ് ഉണ്ടായിരുന്നത്. കാരണം ഇപ്പോഴുള്ള സെയിൽസ്മാൻ ജോലി ചെയ്യാൻ കഴിയില്ല. ഈ ജോലിക്ക് 6 മാസം ട്രെയിനിങ് ആണ്, 6 മാസം ശമ്പളമില്ല. പകൽ ശമ്പളമില്ലാത്ത ട്രെയിനിങ് എന്ന പേരിലുള്ള ജോലി. രാത്രി കിടക്കാൻ ഒരിടത്തിനായി ശരണാലയങ്ങൾക്ക് മുന്നിൽ ബെഡിന് വേണ്ടി ക്യൂ നിൽക്കും. അവിടെ ആള് ഫുള്ളായാൽ റെയിൽവേ സ്റ്റേഷന്റെ ബാത്റൂമിലേക്ക്. ഇടയ്ക്കെപ്പോഴോ തന്റെ ദേഹത്ത് വീഴുന്ന ആ നേരിയ വെട്ടത്തിൽ സ്റ്റോക്സിനെ കുറിച്ചുള്ള, ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള വലിയ വലിയ ബുക്കുകൾ പഠിക്കണം. അദ്ദേഹം ഇതാണ് ചെയ്തത്. പകൽ സമയം തന്റെ മകനെ പ്ലേ സ്കൂളിൽ പറഞ്ഞയച്ച് ട്രെയിനിങ്ങിന് ശേഷം വൈകുന്നേരം സെയിൽസ്മാൻ ജോലി തന്നെ ചെയ്തു. ഓടിക്കൊണ്ടേയിരുന്നു. ആ ജോലി ഉറപ്പൊന്നുമില്ല. ട്രെയിനിങ്ങിന് ശേഷം മികച്ചവരെ മാത്രമേ ജോലിക്കെടുക്കൂ. എന്നിട്ടും അയാൾ റിസ്ക് എടുത്തു, ഓടി. ജീവിതത്തിൽ ഈ നിമിഷം വരെ ഇതുവരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ണുനീരുകളും അധ്വാനങ്ങളും പരിഹാസങ്ങളും മാത്രമായിരുന്നു. ഈ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാം ഒടുവിൽ നിങ്ങളെ ജോലിക്കെടുത്തു എന്ന ബോസിന്റെ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം തുള്ളിച്ചാടിയില്ല. ആ കൈകൾ മെല്ലെ ഒന്ന് ഉയർത്തി. കാരണം ഈ യാത്രയിൽ ആ മനുഷ്യന്റെ മനസ്സ് പക്വമായിരിക്കും. ജീവിതം എന്നത് വിജയത്തെ അധികമായി ആഘോഷിക്കലല്ല, ആഹ്ലാദിക്കലല്ല, എന്നാൽ പരാജയത്തിൽ ഉടഞ്ഞു പോകലുമല്ല. ഇതിനെല്ലാം ഇടയിലുള്ള ആ മനോനില, ആ പക്വത അദ്ദേഹം നേടിയിരിക്കുന്നു. ദൈവത്തോട് നാം സന്തോഷം നൽകാൻ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് സങ്കടം നൽകും. യഥാർത്ഥത്തിൽ ഈ സങ്കടം സന്തോഷത്തിലേക്കുള്ള യാത്രയാണ്. ഈ സങ്കടം എന്ന പ്രതിസന്ധിയെ നാം മറികടന്ന് മുന്നോട്ടു പോകുമ്പോൾ നാം മനസ്സിലാക്കും, സന്തോഷം, സങ്കടം ഇവയെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. ഒരു സങ്കടവും എന്നെ സ്വാധീനിക്കില്ല, ഒരു സാഹചര്യവും എന്നിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. ഞാൻ എന്റെ ലക്ഷ്യത്തെ നോക്കി നടക്കും. ഈ സാഹചര്യങ്ങൾക്കെല്ലാം അപ്പുറമാണ് ഞാൻ. ജീവിതത്തിൽ ഓരോ തവണ നിലത്ത് വീഴുമ്പോഴും അതൊരവസരമാണ് ഉയരാനുള്ള, ദൃഢമാകാനുള്ള. പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ക്രിസ് ഗാർണർ ഉയർന്നു, ദൃഢമായി. ഇറ്റ്സ് മീ MK ജയദേവ്.